ഹലോ എവരിവൺ, ഐ എം കരുണാകരൻ. അഖിൽ കേരളത്തിലെ നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജായ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് പഠിക്കണം. CET എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരത്താണ്. അവന് വളരെ സ്പെസിഫിക് ആണ്. ഹി വാണ്ട് ഓൺലി CET. മാർക്ക് +2ൻ്റെ കീമിൻ്റെ മാർക്കൊക്കെ കുറഞ്ഞത് കൊണ്ട് അവനന്ന് ചേരാൻ പറ്റിയില്ല, സീറ്റ് കിട്ടിയില്ല. അപ്പോഴാണ് അവന് എൻട്രൻസ് എഴുതാതെയും CETയിൽ ചേരാമെന്നൊരു യൂട്യൂബ് വീഡിയോ കണ്ടത്, ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ പോളിടെക്നിക്കിൽ ചേരാൻ തീരുമാനിച്ചു. CETയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. മഞ്ചേരി ഗവൺമെൻറ് പോളിടെക്നിക് ട്രൈ ചെയ്തു, പക്ഷേ അവിടെ കിട്ടിയില്ല, സീറ്റ് കിട്ടിയില്ല. മഞ്ചേരിയിലെ ഒരു സ്വകാര്യ പോളിടെക്നിക്കിൽ അഡ്മിഷൻ എടുത്തു, മാദിൻ പോളിടെക്നിക് കോളേജ്. പലരും ആ കോളേജിനെ പറ്റി അങ്ങനെ ഒരു കോളേജ് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പം +2 പാസ്സായതിനാൽ 2ാം വർഷത്തിൽ അഖിലിന് സീറ്റ് കിട്ടി, ചേരാൻ കഴിഞ്ഞു. പോളിയിൽ ഇനി അവൻ 2 വർഷം പഠിച്ചാൽ മതി. +2 കഴിഞ്ഞവർക്ക് പോളിടെക്നിക് 2 വർഷം പഠിച്ചാൽ മതി. ലക്ഷ്യം അപ്പോഴും നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജായ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം തന്നെ. കോൾ ഈസ് സിറ്റ്. We were in touch that time. That time എന്നല്ല, even now we are in touch. ഡെഡിക്കേറ്റഡ് അഖിൽ 2 വർഷത്തെ പോളിടെക്നിക് കോളേജ് പഠനകാലത്ത് MOOC കോഴ്സസ് ചെയ്യാൻ തുടങ്ങി. NPTEL, സ്വയം, EDX. അത് മാത്രമല്ല, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റീൻ്റെ കോഴ്സറിൻ്റെ കോഴ്സും ചെയ്തു. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, മെഷീൻ ലേണിംഗ്, ഇതടക്കം 8ഓളം കോഴ്സുകൾ പോളിടെക്നിക്കിലെ 2 വർഷത്തെ പഠനത്തിനിടയിൽ കോഴ്സ് ചെയ്തു, സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി. സോ വി വർ ഡിസ്കസിങ് ദാറ്റ് ടൈം. പോളിടെക്നിക് ഫൈനൽ ഇയർ പഠനകാലത്ത് BTech ലെറ്റ് കോച്ചിങ്ങിന് ചേർന്നു. അത് ശരിക്കും അവൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയി മാറി. നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എത്തി. ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞ നല്ലൊരു കോച്ചിങ് സെൻറ്ററിലാണ് ചേർന്നത്. ലക്ഷ്യം അപ്പോഴും അവന് CETയിൽ എത്തണം എന്നുള്ളത് ഉറപ്പാണ്. BTech ലെറ്റ് എക്സാമിന് അവന് സ്റ്റേറ്റിൽ 5ാം റാങ്ക് കിട്ടി. അപ്പോൾ CETയിൽ കിട്ടുന്നുള്ളത് ഉറപ്പിച്ചു. കാരണം ഒരു ക്ലാസ്സിൽ 60 കുട്ടികളാണ് ഉണ്ടാവുക. അതിന് പുറമെ സെക്കൻഡ് ഇയറിൽ 2ാം വർഷത്തിൽ BTech ലെറ്റ് എഴുതിയിട്ട് പോളിടെക്നിക്കിൽ നിന്ന് വരുന്ന കുട്ടികളും വന്നു ചേരും. 6 പേര് എടുക്കും. 5 റാങ്ക് ഉള്ളത് കൊണ്ട് അഖിലിന് സീറ്റ് ഉറപ്പായി. ഇനി അവിടെ ഹി ഹാവ് ടു സ്റ്റഡി ഓൺലി 2 years. കാരണം 3 years. BTech ലെറ്റിലൂടെ 2ാം വർഷത്തിൽ ചേരുന്നവർക്ക് 3 വർഷം മാത്രം പോളിടെക്നിക്കിൽ പഠിച്ചാൽ മതി. വൈകാതെ ചേർന്നിട്ട് ആ ചേർന്ന വർഷം തന്നെ വൈകാതെ മൾട്ടിനാഷണൽ കമ്പനിയായ സ്നൈഡർ ഇലക്ട്രിക്കൽ കമ്പനിയുടെ ഒരു സ്റ്റുഡൻറ്റ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. 3 days പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് നേടി. ഇത്തരം പ്രോഗ്രാമിലെത്താൻ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അത്യാവശ്യമാണെന്ന് അഖിൽ പറയുന്നു. എഞ്ചിനീയറിംഗ് പഠനം സീരിയസ് ആയി എടുത്ത് BTech പഠന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക അബൌട്ട് ലിങ്ക്ഡിൻ പ്രൊഫൈൽ. ഈ വർഷം തന്നെ അഖിൽ CETയിലെ IEDC ക്ലബിൻ്റെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറായി മാറി. CMO എന്നാണ് പറയുക. CET 4 ദിവസത്തെ വർക്ക്ഷോപ്പ് ഓൺ പൈത്തൺ കണ്ടക്ട് ചെയ്തപ്പോൾ മറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളെയൊക്കെ കണ്ടക്ട് ചെയ്ത് കുട്ടികളെ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് പെയ്ഡായിരുന്നു. ശരിക്കും എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി എൻ്റെ സഹായം തേടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ജർമ്മനിയിലെ സ്കോളർഷിപ്പോടെ MBA പഠിക്കുക എന്നുള്ളതാണ് അഖിലിൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് IEDCയിൽ CMO പോലുള്ള ലീഡർഷിപ്പും കോൺഫറൻസും പേപ്പർ പ്രസൻറ്റേഷനും ഇൻ്റർനാഷണൽ ജേണലുള്ള പബ്ലിക്കേഷനും ഇതൊക്കെ ഏറെ സഹായകമാകുമെന്ന് ഒരു വീഡിയോയിലൂടെ അഖിലിന് മനസ്സിലായി. വാട്ട് ടു ഡു ഡ്യൂറിങ് BTech സ്റ്റഡി പാർട്ട് 3. റിസർച്ചിലേക്ക് നീങ്ങാൻ അഖിലിനെ പ്രേരിപ്പിച്ചത് ആ വീഡിയോ ആണെന്ന് പറയുന്നു. അഖിലിൻ്റെ വർക്ക് കണ്ട് CETയിലെ തന്നെ 100ലേറെ ഇൻ്റർനാഷണൽ പബ്ലിക്കേഷനുള്ള അവൻ്റെ പ്രൊഫസർ അവനെ പ്രോത്സാഹിപ്പിച്ചു. അഖിലിൻ്റെ ആദ്യത്തെ റിസർച്ച് പേപ്പർ ഡിസൈൻ ഓഫ് അഡാപ്റ്റീവ് ട്രാവൽ കപ്പ് 3rd ഇയറിൻ്റെ തുടക്കത്തിൽ അപ്രൂവലായി. ഇൻ്റർനാഷണൽ ജേണലിൽ തന്നെ അത് വന്നു. തുടർന്ന് ചെന്നൈയിലെ SRM യൂണിവേഴ്സിറ്റിയിൽ IEEE കോൺഫറൻസിൽ നാനോ ജനറേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രബന്ധം അപ്രൂവായി. പേപ്പറിൻ്റെ ക്വാളിറ്റി കണ്ട് IEEE ഹൈലി അപ്രീസിയേഷൻ ലെറ്റർ കിട്ടിയെന്ന് പറയുന്നു. SRMൽ പോയി SRM ചെന്നൈയിൽ പോയിട്ട് ഇതെല്ലാം പഠനത്തിനിടയിലാണ് അവിടെ പോയിട്ട് പ്രബന്ധം അവതരിപ്പിച്ചിട്ട് വന്നു. BTech 3rd ഇയറിൽ തന്നെ സഹപാഠിയായ ഗോകുലിനൊപ്പം തെർമൽ എനർജി സ്റ്റോറേജ് സിസ്റ്റം
മറ്റൊരു പബ്ലിക്കേഷൻ IRJET ഇൻ്റർനാഷണൽ ജേണലിൽ പബ്ലിഷായി. PhD കിട്ടാൻ 2 ജേണൽ പബ്ലിക്കേഷൻസ്, അത് സ്കോപ്പസിലാവണമെന്നില്ല, UGC ലിസ്റ്റഡ് ആയാലും മതി, അല്ലെങ്കിൽ പിയർ റിവ്യൂഡ് ഇതിലോ ഏതെങ്കിലും പോലും കഴിയാതെ ഒരു PhD കിട്ടാത്ത 10 വർഷം PhDക്ക് പഠിച്ചിട്ട് PhD പാതിപടിയിൽ ഉപേക്ഷിച്ച് പോയ അധ്യാപകർ എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട്. നോക്കി, അതിനിടയിലാണ് അഖിൽ ഈ പഠനകാലത്ത് തന്നെ 2 പബ്ലിക്കേഷൻ വന്നത്. ഇൻ്റർനാഷണൽ ജേണലിൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തു. നോക്കി, എന്നെ അത്ഭുതപ്പെടുത്തിയത് അഖിലിൻ്റെ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 3 ദിവസം മതി അത്രേ. 4 മണിക്കൂർ, ഒരു ദിവസത്തിൽ 4 മണിക്കൂർ ഉറങ്ങും. ആ കോളേജിൽ പോലും പോകാതെ ഒരൊറ്റ ഇരിപ്പിരിക്കും അത്രേ പ്രിപ്പറേഷൻ. അത് ഇടയ്ക്ക് എഴുന്നേൽക്കുന്നത് പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാനും പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി, ഹോസ്റ്റലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും, അത് മാത്രം. തുടക്കത്തിൽ കീമിൻ്റെ ആദ്യം കീം ക്വാളിഫൈ ചെയ്യാതെ അഖിൽ, ഗവൺമെൻറ് പോളിടെക്നിക്കിൽ അഡ്മിഷൻ കിട്ടാതിരുന്ന അഖിൽ അല്ലേ, അഖിൽ ലക്ഷ്യം സെറ്റ് ചെയ്തു CETയിൽ എത്തിയതും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതും കാണുക. ബിടെക് പഠിക്കുന്ന പല വിദ്യാർത്ഥികളും പലപ്പോഴും അക്കാഡമിക്കൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുക. അവരുടെ ധാരണ അതാണ്, മറ്റൊന്നും വേണ്ട എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഏറ്റെടുക്കാനുള്ള മൈൻഡ് സെറ്റ് വേണം ഉയരങ്ങൾ കീഴടക്കാൻ. ഈ ഗാലറിയിൽ ഇരിക്കുന്നവർ ഒരിക്കലും ട്രോഫി നേടാറില്ല, ഇറങ്ങി കളിക്കുന്നവർക്ക് ട്രോഫി കിട്ടുള്ളൂ. ലൈക്ക് മിസ്റ്റർ അഖിൽ, ഇൻവോൾവ് ആൻഡ് എക്സ്പ്ലോർ. അവൻ്റെ ലക്ഷ്യം വേറെ വലുതാണ്. മാരത്തോൺ ഓട്ടത്തിൻ്റെ ഫസ്റ്റ് 100 മീറ്റേഴ്സാണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. Thank you friends, see you again.